ഹലോ ഫ്രണ്ട്സ്, ട്രാൻസ് ട്രാവൽ ബ്ലോഗിലേക്ക് അപ്പം എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മസനഗുഡിയിലേക്കുള്ള ഫോറസ്റ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ രസകരമായ മൃഗങ്ങളെയൊക്കെ കാണാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇഷ്ടംപോലെ ഇല്ലിമുളം കാടുകളുണ്ട് കേട്ടോ. അതെ, ഇതിലെ ഇല്ലിമുളം കാടുകളിൽ പാടി വരും തെന്നലേ. തെന്നലും പിന്നെ ആനയൊക്കെ ഉണ്ടാവും കേട്ടോ. ആനയ്ക്ക് കോളാട്ടോ. ഈ ഭാഗത്തോടൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആന ഇവിടെയൊക്കെ നല്ല പ്രമാദിക്കുന്നുണ്ടാവും. കടുവ എല്ലാരും ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് മുളം കാടുകളൊക്കെ. സൂപ്പർ. ഉള്ളിലൊക്കെ കേറിയിരിക്കാൻ നല്ല രസമായിരിക്കും, പക്ഷേ പേടിക്കണം. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കം യു. അപ്പം മുതുമല ടൈഗർ റിസർവ് ഇവിടെ മുതലങ്ങ് ആരംഭിക്കുക അല്ലേ? ടൈഗറേ ഉണ്ടാവുള്ളൂ. മുതുമല ടൈഗർ റിസർവ്. അവിടെ ടൈഗർ കാണുന്നുണ്ട് പടത്തിലെ. ശരിക്ക് മൃഗങ്ങളെ നമുക്ക് കാണാൻ ഏറ്റവും സാധ്യത കുറഞ്ഞൊരു സമയത്ത് ഉച്ചയായതുകൊണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ സമയം ഇപ്പൊ 2:30. ഈ 2:30 മണി എന്ന് പറഞ്ഞാല് ഈ സമയത്ത് ഏറ്റവും മൃഗങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. വീട്ടിൽ പോയിട്ടുണ്ടാവും. എല്ലാരും മരത്തിന്റെ ചുവട്ടിലും ഒക്കെ കിടന്നുറങ്ങുന്ന സമയം. അതുകൊണ്ട് ഏറ്റവും ചാൻസ് കുറഞ്ഞൊരു സമയമാണ്. ഇനി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. മുഴുവനും നല്ല തേക്കുകളാണ്. നല്ല ഒന്നാമതിനും തേക്കുകളാണ്. അതെ. ഈ ഉണങ്ങിപ്പോകുന്ന തേക്കെങ്കിലും വെട്ടാനുള്ള ഒരു അനുമതി കൊടുക്കുമായിരുന്നല്ലേ? ആർക്ക്? ഗവൺമെന്റ് തന്നെ ലേലം വിളിച്ചു കൊടുക്കണം. എന്നാ വേഗം ഉണങ്ങിക്കോളും. നമ്മളൊന്ന് വന്നിട്ട് എന്താണ് മയിലൂട്ടിയേ? ഹായ്. മയിലുകളുടെ ദിവസം. അവനങ്ങനെ പേടിയൊന്നുമില്ല അല്ലേ? ആളുകളെയൊക്കെ പരിചയമുള്ളതാന്ന് തോന്നണം. അതെ. ആദ്യമൊക്കെ പിന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല കാണുമ്പോൾ. തെപ്പേക്കാട്. എന്ത്? തെപ്പേക്കാട് തട്ടേക്കാടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തെപ്പേക്കാട്. ഇങ്ങോട്ട് മൈസൂര്, ഇടത്തേക്ക് മൈസൂര്, വലത്തേക്ക് മദനഗുഡി. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കൂട്ട ഒരു പാലത്തേക്കൂടെയാണ് നമ്മൾ കേറുന്നത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതായിരിക്കും മിക്കവാറും. ആണോ? നേരത്തെ പാടങ്ങളൊക്കെ മിക്കവാറും ബ്രിട്ടീഷുകാരുടെ പാടം തന്നെ വകയായിരിക്കും അല്ലേ? നല്ല കലങ്ങിയ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ആന കലക്കി വിടുന്നതാണ് തോന്നുന്നു. ഏതായാലും ഫോറസ്റ്റിലൊന്നും ഞങ്ങൾ നിർത്തിയിട്ടില്ല. നിർത്താൻ പാടില്ലെന്ന് അവിടെ ബോർഡുകളുണ്ട്. അതുകൊണ്ട് ഒരിടത്ത് നിർത്തിയില്ല. ആനപ്പന്തിയാണ് കേട്ടോ. അതൊക്കെ അവിടെ കാട്ടാനനെ മെരുക്കുന്ന സ്ഥലം. ആനയെ കണ്ട നോക്ക്. കാട്ടിൽ കണ്ടോ? ആനയുടെ മുതുക് മാത്രമേ കാണുന്നുള്ളൂ. കാട്ടുപന്നിയെ കാണാൻ കണ്ടോ? കാട്ടുപന്നി, ആനകള്. ഈ കുരങ്ങിന് എന്താ പറയാ? സിംഹവാലൻ കുരങ്ങോ? അങ്ങനെ നമ്മള് മസനഗുഡിയിലെത്തി. മസനഗുഡി ഊട്ടിക്ക് നേരെ 29 കിലോമീറ്റർ ഊട്ടിക്ക്. സിംഗാര 6 കിലോമീറ്റർ. മയാർ 10 കിലോമീറ്റർ. നമുക്ക് കുറച്ച് മസനഗുഡി ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് ദൂരം വലത്തേക്ക് പോയി നോക്കാം അല്ലേ? കുറച്ച് ദൂരം വലത്തേക്ക് മസനഗുഡി.
എന്നാ പിന്നെ നേരെ കിട്ടും. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള വഴി കണ്ടോ? ഒരു പ്രത്യേക തരം മരങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലും ഒരു മുൾച്ചെടി പോലത്തെ. ജനതാമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് മൊത്തം. ഒരു പ്രത്യേക തരം മുൾച്ചെടി പോലത്തെ മരങ്ങളാണ്. ഹൈറ്റും ഇല്ല അല്ലേ? കള്ളിച്ചെടി പോലെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ടൈപ്പ് മരങ്ങളാണ്. അതൊക്കെ നല്ല മുള്ളാണ് കേട്ടോ. ഈ മരത്തിലൊക്കെ ഇതൊക്കെ നല്ല മുള്ളാണ്. ചെമ്മരിയാട് രോമമൊക്കെ ആയ കട്ട കെട്ടിപ്പോയിട്ടോ. നാടനുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നല്ല നീലാകാശം പില്ലി വിടർത്തി പച്ചത്തെങ്ങോല. അങ്ങ് മുമ്പിൽ കാണാം ഊട്ടി മല. ആ ചുരമാണ്, ആ മലയ്ക്കുള്ള ചുരമാണ് നമുക്ക് കയറാനുള്ളത്. ഗംഭീര ചുരമാണ് കേട്ടോ. ഊട്ടി മസനഗുഡി റോഡായത്. എന്താ രസമല്ലേ നോക്ക്. വണ്ടിയുടെ തിരക്കുമില്ല, എന്നാൽ നല്ല റോഡുമാണ്. ഇതെന്താ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു മുൾച്ചെടി. അത് നിറയെ മുള്ളു പോലൊരു സംഭവമുണ്ട്. പ്രത്യേകതരം മരം. പൈക്കാര ലേക്ക് ആ ഭാഗങ്ങളാണ് ആ മല കയറി കഴിഞ്ഞാൽ. ആ മലയിലേക്കുള്ള ചുരം, അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. ഉറുമ്പുകൾ ലയനായിട്ട് പോകുന്നുണ്ട്. സ്നോവി അത് കണ്ടിട്ട് ആകെ ദിക്ക് തെറ്റി നിൽക്കുക ഉറുമ്പുകളുടെ പോക്ക്. തോണ്ടി 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 കാലയിലൊക്കെ പിടിച്ച് കടിക്കുന്നിന്നെ ഉറുമ്പുകൾ. കടി കിട്ടി. മലയുടെ ഒരു പകുതി ഭാഗത്തോളം കോടമഞ്ഞ് മൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ ചെന്നിട്ട് കഴിയുമ്പോൾ ചിലപ്പം വ്യൂ പോകും, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ അത് തെളിയും. ഹായ്, എന്താണ് ഇവിടെ പൂർവികന്മാരെല്ലാവരും കൂടി ഇങ്ങനെ സൈഡാക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. നമ്മുടെ മസനഗുഡി ചുരത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നല്ല സ്റ്റീപ്പാണ്, നല്ല സ്ട്രോങ് കയറ്റമാണ് കേട്ടോ. മൊത്തം 36 വളവുകളുണ്ട്. നാലാമത്തെ വളവാണിത്. ഇനി 32 വളവും കൂടെ ഉണ്ട്. ഇതാണ്ട് നല്ല കുത്തനെയാണ് കയറ്റം. വണ്ടി ഫസ്റ്റ് ഗിയറ് സെക്കൻഡ് ഗിയറ് അത് തന്നെ പോകേണ്ട ഗതിയാ. സ്ട്രോങ് ആയ ഇറക്കം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, ഗോ ഇൻ ഫസ്റ്റ് ഗിയർ ഒള്ളി. കയറ്റം കയറുന്നത് ഇറങ്ങുന്നതൊക്കെ ഫസ്റ്റ് ഗിയറിൽ മാത്രം എന്നാണ് അവർ പറയുന്നത്. കാരണം അത്രയ്ക്ക് സ്ട്രോങ്. 8 ബെൻഡോടെ ഉള്ളൂ. അന്നേരത്തേക്കും മൊത്തം സ്വഭാവം മാറി കേട്ടോ. അത് കണ്ടോ, ശരിക്കും ഒരു ഊട്ടി ലുക്ക് എത്തിക്കഴിഞ്ഞു. ഊട്ടി നേരെ അക്കോണി അടുത്തോട്ട്. അതുണ്ട് പൂക്കള്. പൂക്കളുടെ എണ്ണം 2 സൈഡിലും മൊത്തം കൊങ്ങിണി പൂവ് മറ്റു പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കാണ്. എന്താ ഭംഗി. സൺഫ്ലവർ പോലെയല്ലേ. സൂര്യകാന്തി കണ്ടോ, മുകളിലൊക്കെ നിറഞ്ഞ് നിൽക്കുക കണ്ടോ.
എന്താ ഭംഗി, മേഘം ഒഴുകി പോകുന്നു. ഊട്ടിയിലേക്ക് എത്തിയില്ല കേട്ടോ, പൈകാരയിലേക്ക് പോലും എത്തിയിട്ടില്ല. ഇനി ഒരു 5-8 വളവും കൂടെ ബാക്കിയുണ്ട്. ഇത് ക്യാരറ്റാണ്, ക്യാരറ്റിൻ്റെ കൃഷി. അതിൻ്റെ താഴെ കാബേജിൻ്റെ കൃഷിയുണ്ട്. എന്താ ഭംഗിയില്ലേ, സൂപ്പറല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് കാണാൻ പോകുന്നല്ലേ ബാക്കി ഭംഗികൾ. എന്താ ഭംഗി നോക്കിയേ, മഞ്ഞിൽ പുതച്ച. ഇത് കണ്ടോ കണ്ടോ ആ മരങ്ങൾ നിൽക്കുന്നതൊക്കെ ഫുള്ള് പാറയുടെ മുകളിൽ കണ്ടോ, മണ്ണ് ഒരു തൊള്ളി പോലും ഇല്ല. എന്നിട്ട് ആ പാറയുടെ മുകളിലാണ് ആ മരങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ചുരം കഴിഞ്ഞു, പൈക്കാര എത്തി. പൈക്കാര ഗൂഡല്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വരുമ്പോൾ ശരിക്കും റൈറ്റ് സൈഡിൽ കൂടെയാണ് വരിക. നമ്മുടെ മസനഗുഡി വഴി വന്നത് കൊണ്ടാണ് ഈ വഴി വന്നത്. ഈ വഴിയാണ് ശരിക്ക് ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന വഴി. എന്നെ വലിപ്പം നോക്കിയ പൈൻ ട്രീസിനൊക്കെ വർഷങ്ങളായിട്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നട്ട സാധനങ്ങളാണ്. അതാണ് അതിൻ്റെ ചിത്രം. ഊട്ടി. അപ്പൊ നമ്മള് ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. ഈ ഊട്ടിയിലെ കാഴ്ചകൾ. ഓക്കെ, പഴയ ഓർമ്മകളാണ് ഈ ഊട്ടിയിലെ ഈ ബിൽഡിങ്ങുകൾ കാണുന്നത്. പണ്ടത്തേതിൽ നിന്നൊരു വ്യത്യാസമില്ല കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഓർമ്മ ഇപ്പോഴും അതേപടി നിലനിർത്തുന്നു ഈ സ്ഥലങ്ങൾ കാണുന്നു. കാര്യമായ ബിൽഡിങ്ങുകളോ ഒന്നും വരാതെ ചെറിയ ചെറിയ വീടുകൾ തന്നെ മൊത്തം. പിന്നെ അവരുടെ ബസ് കണ്ടോ, എത്രയോ വർഷങ്ങൾ ആയിട്ടും വലിയൊരു പുരോഗമനമില്ലാത്ത വണ്ടിയാണ്. സമയം 5 മണി ആയിട്ടുള്ളൂ. അന്നേരത്തേക്ക് ഒരു വെളിച്ചത്തിന്റെ കുറവായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അവിടത്തെക്കാളും കുറച്ചും കൂടെ നേരത്തെ ഇരുട്ടെന്ന് തോന്നുന്നു. തണുപ്പ് അങ്ങനെ സ്ട്രോങ് എന്ന് പറയാനില്ല അല്ലേ, വലിയൊരു സ്ട്രോങ് തണുപ്പെന്ന് പറയാനില്ല. ചെറിയതായിട്ട് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒരു 6-7 മണി ആകുമ്പോഴത്തേക്ക് സംഗതി സ്ട്രോങ് ആയിക്കോളും. അതെ, രാത്രി ആകുമ്പോഴത്തേക്കും മഞ്ഞും ഒക്കെ സ്ട്രോങ് ആയിക്കോളും. ഇപ്പം നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയാണ്. ഊട്ടി ടൗൺ സെൻറ്ററിലേക്ക് എത്തി തുടങ്ങി. ബൊട്ടാണിക്കൽ ഗാർഡൻ, കോത്തഗിരി റോഡ് ടൂറിസ്റ്റ് ഓഫീസ്, കൂനൂർ. ഊട്ടി സെൻറ്ററിലേക്ക് എത്തി തുടങ്ങി. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. എന്തായാലും ഊട്ടി സെന്റർ, മേട്ടുപ്പാളയം റോഡ് നേരെ, കൂനൂർ റോഡ് നേരെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മാജിക് മിസ്റ്റ് റിസോർട്ട്, മാജിക് മിസ്റ്റ് റിസോർട്ട് എന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. റിസോർട്ടിലവിടെ ഇന്ന് താമസം. നല്ല തണുപ്പായിട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും കാര്യങ്ങൾ മൊത്തം മാറി. ഇതാണോ, നല്ല തണുപ്പായി, നല്ല കോടയും ഭയങ്കര കാറ്റാണ്.
ഇപ്പോൾ സമയം 6:30. നല്ല തണുപ്പുമായി, ഭയങ്കര കാറ്റുമാണ്. അല്ല അദ്ദേഹം കേട്ടോ, അതിന് മുകളിലത്തെ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമുക്ക് റൂമൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഉപയോഗ തുറന്നേ. വാ, ഇതാണ് റൂം. നല്ല റൂമാട്ടോ, കുഴപ്പമില്ല. നല്ല വിശാലമായ റൂം. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരാൾ ബാഗൊക്കെ തുറന്ന് റെഡിയാക്കണുണ്ടേ. എന്താ സ്നേഹി പരിപാടി? ഇവിടെ ഇവിടെ ജനല് തുറക്കാൻ ഇച്ചിരി കാറ്റൊക്കെ കയറട്ടെ. ജനല് തുറക്കട്ടെ അച്ചു. ഇതിനുള്ളിൽ ഇപ്പം നല്ല ചൂടായിട്ട് നിൽക്കാം. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ജനല് തുറന്നപ്പോൾ നല്ല പറയും, നല്ല കാറ്റുമാണ്, നല്ല തണുപ്പുമാണ്. ഓ, ഡിന്നർ വേണ്ട. ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിച്ചതാ. ചെറിയൊരു കട്ടി സോഫ്റ്റല്ല. അതെ. ഏയ്, പിന്നെ അമ്മ ഉണ്ടാക്കിയ ബീഫ് കറി ഉള്ളത് കൊണ്ട് ഫിഷ് ഫ്രൈയും ഉള്ളതുമായിട്ട് നമ്മൾ ജീവിച്ചു പോകണം. വെരി ഗുഡ്. ഇവിടെ ഒരാളിത് അനങ്ങാതെ നടിക്കും കേട്ടോ. ഭയങ്കര കട്ടിയാ ചപ്പാത്തിയാ. സാരല്ല. ഇതൊക്കെ ഒരാള് നോവിക്ക് ചോറും മീൻകറി കേട്ടോ. ചപ്പാത്തി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. പക്ഷെ അതിനെന്തോ ഇച്ചിരി സോഫ്റ്റ് കുറവാകുമല്ലോ. ഏതായാലും ബാക്കി ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്താ മഞ്ഞ് നോക്ക്, ഫുള്ള് മഞ്ഞാണ്. രാത്രിയിൽ എങ്ങനെയുണ്ട് ഊട്ടി ടൗണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണേ. ടൗണിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ തെളിഞ്ഞു. ഇവിടെ ലൈറ്റ് ഒക്കെ ഉള്ളപ്പോൾ ലൈറ്റിന്റെ ഹീറ്റ് കാരണം വണ്ടി പോകും അങ്ങനെ ഇങ്ങനെ ഇപ്രാവശ്യം ഹോട്ടലിൽ തുറന്നിട്ട് ഫസ്റ്റ് ഗസ്റ്റാണ് നമ്മൾ. വേറൊരു എൻക്വയറി വരുമ്പോൾ വന്നിട്ടില്ല. മറ്റേ നമ്മൾ ആദ്യം പോയ ഹോട്ടലില്ലേ, അവിടെയൊന്നും ആരുമില്ല. ആദ്യമൊക്കെ നമ്മൾ വരുമ്പോ ഇവിടെ എന്തൊരു റഷാ അല്ലേ. നടക്കാൻ പറ്റും. വണ്ടികളും ആളുകളെ കൊണ്ടൊക്കെ ആണെങ്കിലും നൈറ്റില് ഇവിടെ ഊട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരായിരിക്കും കൂടുതലും. അതെ അതെ, പെരുന്നാളാന്ന് വിചാരിച്ചോ ആദ്യമായിട്ട് വരുന്നവരൊക്കെ. തിങ്ങി നിറഞ്ഞ് രാത്രി ഉറക്കം തന്നെ. അതെ, ചോക്ലേറ്റ് ഷോപ്പുകളുണ്ട്, കുറേ ഡ്രസ്സിൻ്റെ